ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ എഴുന്നേക്ക്. എന്താ എന്താന്നോ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഓ, ആ വിഗ്രഹം എടുക്കണല്ലേ? എടുത്ത് കളയണം, അങ്ങനെ പറ. ഇനി കുഴപ്പമെന്തെങ്കിലും ഉണ്ടാവോ? ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്നല്ലേ എല്ലാരും പറയുന്നത്? എന്റെ കുഞ്ഞു പോയതുകൊണ്ട് എനിക്കിപ്പോ ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല, ഒരു ദൈവത്തെയും. ദൈവങ്ങളൊക്കെ അവളോട് നീതിയും എന്നോട് അനീതിയുമാ കാണിക്കുന്നത്. അങ്ങനെയുള്ള ദൈവങ്ങളെ ബഹുമാനിക്കേണ്ട കാര്യം എനിക്കില്ല. ആരെങ്കിലും ഉണർന്നാൽ പ്രശ്നമാണ്. നിന്റെ ചേച്ചി എന്ന് പറയുന്നവളെ ചെറിയൊരു ശബ്ദം കേട്ടാ ഉണരുന്ന കൂട്ടത്തിലാ. അവൾക്ക് നായ്ക്കളുടെ ജന്മ, അതുകൊണ്ടാ ചെറിയ ശബ്ദം കേൾക്കുമ്പോ ഉണരുന്നത്. അവള് നായ്ക്കളുടെ മാത്രമല്ല, കുറുക്കന്റെ ജന്മം. അതുകൊണ്ടാ അവള് തലച്ചോറ് കൊണ്ട് കളിക്കുന്നത്. എന്റെ വീട്ടിൽ വെച്ച് പതുങ്ങി നിന്നവള് സമയമായപ്പോ കുതിച്ചു കേറുന്നത് കണ്ടില്ലേ? അവൾക്ക് അതിനൊക്കെയുള്ള മിടുക്കുണ്ട്. ആ മിടുക്ക് അവൾക്ക് കിട്ടിയത് എവിടുന്നോ കളഞ്ഞു കിട്ടിയ ആ അയ്യപ്പ വിഗ്രഹം കയ്യിൽ വന്ന ശേഷം. ഇനിയും അവള് ആ ഭഗവാനെ വിളിച്ച് വിളിച്ച് നടക്കാത്തതെല്ലാം നടത്തിയെടുക്കും. ചിലപ്പോ അവൾക്ക് ഒരിക്കലും കൈവരില്ലെന്ന് നമ്മളൊക്കെ കരുതുന്ന ഭാഗ്യമുണ്ടല്ലോ, അത് നമ്മളെക്കാൾ മുന്നേ അവള് നേടിയെടുക്കുകയും ചെയ്യും. ഒരു കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞു പോയിട്ട് അവൾക്കൊരു കുഞ്ഞ് ജനിച്ച പിന്നെ ഞാൻ ദേ ഇതിനകത്ത് തൂങ്ങി ആടുന്നത് നിങ്ങൾക്ക് കാണാം ഉണ്ണിയേട്ടാ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമുക്ക് ആ വിഗ്രഹം കൊണ്ട് കളയാം. നമ്മള് കളയണ്ട. ആ വിഗ്രഹം കളയണമെന്ന് നമ്മളെ പോലെ ആഗ്രഹിക്കുന്നവര് ഉടനെ വരും. അവർക്ക് കൈമാറിയാ മതി. നാളെ പകരമായിട്ട് പ്രായശ്ചിത്ത പൂജയും നടത്തണം. ഭഗവാൻ അവളെ മാത്രം കേൾക്കാനായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിലല്ല. നമ്മുടെ വിഷമങ്ങളും അയ്യപ്പ ഭഗവാൻ കേൾക്കുംന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് വാ, ഇന്നത്തോടെ ഇതിനൊരവസാനം ഉണ്ടാവണം. വാ. ശബ്ദം ഉണ്ടാക്കാതെ അടക്കി. ചെറിയൊരു ശബ്ദം കേട്ട് അവൾ ഉണർന്നു വരും. അങ്ങനൊരു ജന്മാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ കുഞ്ഞു പോയി. പിന്നെ എനിക്കാരോടും ഭക്തി തോന്നേണ്ട കാര്യമില്ല, ഭഗവാനോട് പോലും. ഈ ഭഗവാൻ അവളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാ എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അങ്ങനെയൊന്നും പറയാതെ കരണേ. അങ്ങനെ തന്നെ പറയും.